റെക്കോർഡുകളെല്ലാം ഇനിയും വഴിമാറുമോ? അൽഫോൺസ് പുത്രനും നിവിൻ പോളും വീണ്ടും ഒന്നിക്കുന്നു. വൈറലായി സോഷ്യൽ മീഡിയ ഒരു ചിത്രം. ഹായ് ഫ്രണ്ട്സ്, മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. മലയാളികൾ ഏറെ ആഘോഷിച്ച ഒരു കൂട്ടുകെട്ടാണ് നിവിൻ പോളി അൽഫോൺസ് പുത്രൻ. ഈ കോംബോയിൽ പുറത്തിറങ്ങിയ നേരം, പ്രേമം എന്നീ സിനിമകൾ വലിയ ഹിറ്റുകളായിരുന്നു. ഇതിൽ പ്രേമം വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ട സിനിമയാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും തെലുങ്കിലും പ്രേമം വലിയ സ്വീകാര്യത നേടിയിരുന്നു. ഇപ്പോഴിത് ആ കോംബോ വീണ്ടും ഒന്നിക്കുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. കുട്ടു ശിവാനന്ദൻ നിവിൻ അൽഫോൺസ് പുത്രനൊപ്പം പങ്കുവച്ച പുതിയ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ആര്യൻ ഗിരിജ വല്ലഭൻ സംവിധാനം ചെയ്യുന്ന നിവിൻ പോളി ചിത്രത്തിൻ്റെ പ്രൊജക്ട് ഡിസൈനറും കൂടിയാണ് ഈ കുട്ടു ശിവാനന്ദൻ. സ്വപ്നങ്ങൾക്ക് അനൗൺസ്മെന്റിന്റെ ആവശ്യമില്ല, ശരിയായ ആളുകൾ മതിയാകുക എന്ന ക്യാപ്ഷനോടുകൂടിയാണ് അദ്ദേഹം ഈ ഫോട്ടോ പങ്കുവച്ചത്. ഇതോടെയാണ് നിവിനും അൽഫോൺസും വീണ്ടും ഒന്നിക്കുകയാണെന്ന റിപ്പോർട്ടുകൾക്ക് ശക്തിയേകുന്നത്. 13 വർഷങ്ങൾക്ക് മുൻപ് യുവ എന്ന മ്യൂസിക് ആൽബത്തിലൂടെയാണ് നിവിൻ അൽഫോൺസ് കോംബോ ആദ്യമായി ഒന്നിക്കുന്നത്. നസ്രിയയും നിവിനും പ്രധാന വേഷങ്ങളിലെത്തിയ ആ ഗാനം വലിയ ജനശ്രദ്ധ നേടിയിരുന്നു. തുടർന്ന് നേരം എന്ന അൽഫോൺസിന്റെ ആദ്യ സിനിമയിൽ ഈ കോംബോ വീണ്ടും ഒന്നിച്ചു. തമിഴിലും മലയാളത്തിലുമായി പുറത്തിറങ്ങിയ സിനിമ മികച്ച പ്രതികരണങ്ങളോടെ വിജയം നേടി. തുടർന്ന് 2015 പ്രേമം എന്ന സിനിമയുമായി അൽഫോൺസും നിവിനും വീണ്ടും എത്തുന്നത്. സായി പല്ലവി, മഡോണ സെബാസ്റ്റ്യൻ, അനുപമ പരമേശ്വരൻ, കൃഷ്ണശങ്കർ, ശബരീഷ് വർമ്മ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ മലയാളത്തിൽ ഒരു കൾട്ട് സിനിമയായി മാറുകയാണ് ഉണ്ടായത്. കേരളത്തിൽ 100 ദിവസം പിന്നിട്ട സിനിമ തമിഴ്നാട്ടിൽ 250 ദിവസങ്ങൾക്ക് മുകളിൽ പ്രദർശിപ്പിച്ചു. ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്കും ഗാനങ്ങൾക്കും ഇന്നും പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണുള്ളത്. ഏതായാലും പല സോഷ്യൽ മീഡിയ കമൻറ്റുകളും വായിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട അൽഫോൺസ് പുത്ര, ആ നിവിൻ പോളി ഒന്ന് വീണ്ടും രക്ഷിച്ചെടുക്കൂ എന്നൊക്കെയാണ് നിവിൻ ആരാധകർ പോസ്റ്റുകളിൽ കുറിക്കുന്നത്. ഏതായാലും നിവിൻ പോളിയുടെ അൽഫോൺസ് പുത്രനും വലിയൊരു മാജിക്കുമായി തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.